അത് ഞാൻ അബ്ദു വൈൽഡോഗ്രാഫാം. ഇന്നൊരു ബഡ്ഡിങ്ങിൻ്റെ വീഡിയോ തരുന്നു കേട്ടോ. നമ്മൾ ബഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സയോണില്ലേ, അത് ആദ്യം എന്ത് ചെയ്യണം, ഒരു 1 വീക്ക് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്തിടുക. ഇതൊരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലകളില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോകുമ്പോൾ നല്ല സൂട്ട് വരും. ഇവിടെ ആ സൂട്ട് ഇങ്ങനെ തെളിർത്ത് വരുമ്പോഴാണ് നമ്മൾ സയോൺ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റായിരിക്കും, 100% ഇത് പിടിക്കും. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തിടുക. അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടോയെന്ന് അറിയില്ല. ഒരു 2 വർഷം മുമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിന്, ബ്ലാക്ക് കുളമ്പ്. ഇത് ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു മാവാണ്. ഇത് ശ്രീലങ്കയിൽ നിന്ന് നേരെ ബഹ്റൈനിൽ പോയി, ബഹ്റൈനിൽ നിന്ന് നമ്മളെ സുഹൃത്തുക്കൾ നാട്ടിലെത്തിച്ച് 4-5 കമ്പുണ്ടായിന്. അതിൽ ഒരു കമ്പ് ഇതാണ് ആ മാവ്, ബ്ലാക്ക് കുളമ്പ്, കറുത്ത കുളമ്പ്. ഇതിൻ്റെ വില അറിയുന്ന ആൾക്കാർക്ക് അതറിയാം. അപ്പം അങ്ങനെ ഈ ലീഫുകൾ ഞാൻ ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്തിട്ട്, അത് കണ്ടോ, ഇതെല്ലാം പോയി ഉണങ്ങിയിട്ട് പുതിയ സൂട്ട് വന്നാണ്. പുതിയ സൂട്ടുണ്ടോ, അതാ ഇതിന് മുകളിലൊക്കെ സൂട്ട് വരുന്നുണ്ടോ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ കമ്പ് നമ്മൾ ഇത് എടുക്കാൻ ബഡ് ചെയ്യാൻ എടുക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഇത് ബൈ ചാൻസ് ഉണങ്ങിപ്പോയാൽ ഇനി ഇതിൻ്റെ ഒരു തൈ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു 2-3 തൈ ഉണ്ടാക്കി വെക്കുകയാണ്, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മാത്രം. കണ്ടോ, ഇതാണ് നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബഡ്ഡിങ് തുടങ്ങാം. ഇതാണ് റൂട്ട് സ്റ്റോക്ക്. റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പച്ച കളറില്ലേ, ഇവിടെയുള്ള ഈ പച്ച കളറുള്ളത് സെലക്ട് ചെയ്യുക. അതുമാതിരി തന്നെ പച്ച കളർ ആയിക്കണം നമ്മളെ സയോണും നേരത്തെ കട്ട് ചെയ്ത് കണ്ടില്ലേ. പിന്നെ ഈ സംഗതികൾ ചില ആൾക്കാർക്ക് ഇത് കോമഡി ആയി തോന്നും. ഞാൻ ലീഫ് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ വീഡിയോസ് കണ്ട് പല ആളുകൾ കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർ കോമഡി ആയിട്ട് തന്നെ കണ്ടോളി. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കാം. ഇത് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നഴ്സറിയിൽ പോയിട്ട് ഒരു മാവ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അത് ആ മാവ് തന്നെയാണോ എന്ന്. ഇനി അറിയുന്ന ആൾക്കാരാണെങ്കിലും അത് കറക്റ്റായിട്ട് മാവാണോ, അതിൻ്റെ മുകളിൽ കമ്പെടുത്തിട്ടാണ് ചെയ്തതൊന്നും അറിയില്ല. അപ്പം അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളെ സുഹൃത്തുക്കളെ വീട്ടിലോ ഫ്രണ്ട്സുകളെ വീട്ടിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ള മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അതിന് ഇങ്ങനത്തെ ഒരു കമ്പെടുക്കുക. നിങ്ങളെ വീട്ടിൽ ഇഷ്ടംപോലെ നാടൻ മാവുകളുണ്ടാവും. അതല്ലെങ്കിൽ ഒരു നാടൻ മാവിൻ്റെ അണ്ടി നട്ടിട്ട് ഇങ്ങനത്തെ ഒരു തൈ ഉണ്ടാക്കുക. ഇതിന് മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ കറക്റ്റ് 3 വർഷം, അതല്ലെങ്കിൽ 2-2.5 വർഷം കൊണ്ട് വരെ മാങ്ങ ഉണ്ടാകുന്ന മാവുകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് മാങ്ങ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കുക. ഇത് പ്രായപരിധിയൊന്നുമില്ല, എല്ലാവർക്കും ഇത് പഠിക്കുക. ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക. നമുക്കിവിടെ ക്ലാസ് ഉണ്ട് ജൂൺ ജൂലൈയിൽ. സ്കൂൾ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ ക്ലാസ് എടുത്തു തരും. അപ്പം ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഈ കത്തി ഇതെല്ലാം സാനിറ്റൈസ് ചെയ്യണം. അതല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ചൂടാക്കുക. ഞാനത് മൊത്തം ചൂടാക്കി സാനിറ്റൈസ് ചെയ്ത സാധനമാണ്. അത് ഇതിൻ്റെ തിയറിയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പ്രാക്ടിക്കൽ മാത്രം പോരാ, തിയറി പഠിക്കണം. പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ 4-5 വർഷമായി മാവ് ബഡ് ചെയ്യുന്നു, ഇതുവരെ പിടിക്കുന്നില്ല, അതിൻ്റെ കാരണം എന്താ ചെയ്താണ്. ഞാനിങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. നമുക്ക് ഒരുപാട് വലിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ചിലപ്പോൾ 100% ശരിയായിക്കോളമില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം എടുക്കുക, അല്ലാത്തവർ ഒഴിവാക്കുക. ഇവിടെ കട്ട് ചെയ്യാതാ, ഇത് കട്ട് ചെയ്ത് നല്ല ഷാർപ്പായിരിക്കണം. കട്ടറും ഇതും ഷാർപ്പായിരിക്കണേ. 15 സെൻറ്റിമീറ്റർ മതി. 15 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ കുറയാൻ പാടില്ല ഈ സയോൺ കേട്ടോ. കറക്റ്റ് ചെത്തിയെടുക്കണം, ഷാർപ്പായിട്ട്. ഈ കാര്യമായിട്ട് പഠിക്കാനുള്ള ഈ ചെത്തലാണേ. വളരെ നൈസായിട്ട് ചെത്തിയതിന് ശേഷം ഇതിവിടെ വെക്കുക.
ഇതിൻ്റെ സെൻറ്ററിൽ ആണ് ഒരാപ്പിട്ട് ഇത് കയറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു സൈഡിലേക്ക് അടുപ്പിച്ച് വെക്കണം. ഒരു സൈഡിലേക്ക് അടുപ്പിച്ച് വെക്കുക. കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങി. ഓക്കെ, ഇത് ബഡ്ഡിങ് ടാപ്പാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. എയർ ടൈറ്റ് ആയിട്ട് കെട്ടണം. ഇതിൽ എയർ ഇറങ്ങരുത്, വെള്ളം ഇറങ്ങാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് ഒരു 2-3 അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് പഠിക്കും. ഒരുപാട് വലിയ കാര്യമൊന്നുമില്ല. ഇതിനൊരു മെഡിസിൻ ആഡ് ചെയ്യണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ച് കെട്ടുതന്നെ. ചിലർ മെഡിസിനൊക്കെ ആഡ് ചെയ്യും, ഒന്നും ചെയ്യേണ്ടില്ല. പക്ഷെ കൈയും കത്തികളൊക്കെ സാനിറ്റൈസ് ചെയ്യുക, വൃത്തി വേണം, അല്ലെങ്കിൽ പിടിക്കില്ല. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക. എന്നിട്ടൊരു സിപ്പപ്പിൻ്റെ കവർ എടുക്കുക, അതെടുത്തിട്ട് ഇങ്ങനെ മൂടി കൊടുക്കുക. വേണമെങ്കിൽ ഇവിടെ ലോക്ക് ഇടണമെങ്കിൽ താഴെ ലോക്ക് ഇടുക. ഇട്ടോളം നിർബന്ധമല്ല, കാക്കൊക്കെ കുത്തിക്കാളും ലോക്ക് ഇട്ടില്ലെങ്കിൽ. ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കവറിൽ വെള്ളം സ്പ്രേ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. ഞാനൊന്നും ചെയ്യാറില്ല, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒരു 7 ദിവസം 8 ദിവസം കഴിയുമ്പോൾ ഇതിന് തളിര് വരും. തളിര് വന്നിട്ട് ഇത് ഊരിയെടുക്കണം. ഇത് ഊരിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മെഡിസിൻ സ്പ്രേ ചെയ്യണം. എന്തെങ്കിലും ടോർപ്പിഡോ എന്തെങ്കിലും ഒന്ന്, അതല്ലെങ്കിൽ പ്രാണി അറ്റാക്ക് ചെയ്തിട്ട് ഇത് തളിര് വെട്ടിപ്പോവും. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ആകാൻ ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഊരിയെടുക്കുന്ന സമയത്ത് തന്നെ മരുന്നടിക്കുക, വെയിലത്ത് കൊണ്ടുവയ്ക്കുക. എന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഒരു 1.5 മാസം കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് മെല്ലെ ബ്ലേഡ് കൊണ്ട് അറുത്തെടുക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റ് ആകുന്ന ടെൻഡൻസി വരും. ഇത് ഇത്രേ പണിയുള്ളൂ. ഇത് ഏത് കുട്ടിക്കും ചെയ്യാം, സിമ്പിളാണ്. അപ്പോൾ കോമഡി ആയിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർ കോമഡി ആയിട്ട് സ്വീകരിച്ചോളി. അതല്ല, ഇതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇഷ്ടംപോലെ മാവിൻ്റെ സയോണുകൾ എല്ലായിടത്തും കിട്ടും. ആര് ചോദിച്ചാലും തരും. എൻ്റെ അടുത്തുള്ളത് ഞാനും തരുന്നുണ്ട്. ഇപ്പോഴല്ല, ജൂൺ ജൂലൈയിൽ കേട്ടോ, പ്രൂൺ ചെയ്യുന്ന സമയത്ത്. ഇപ്പം മാങ്ങ കായ്ച്ചെടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ റീപ്ലൈ കിട്ടും. ഓക്കെ, ബൈ.